അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കുന്ന ബൈക്കിന് ഇതുപോലെ കാർസിനൊക്കെ റീൽസ് ട്രെൻഡിങ് ആയി കളിക്കുന്ന ഒരു ട്രാൻസിഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഈ ട്രാൻസിഷൻ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ മൈക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തില്ല. കാരണം ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനൽ കൂടുതലായി ഞാൻ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ മേക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ മേക്ക് ചെയ്തെടുക്കുമ്പോൾ ആദ്യം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു കാറിൻ്റെ വീഡിയോ ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മളെ കൈ ആ കാറിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് നിങ്ങൾ ആ ജസ്റ്റ് കാറിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് കാറിന് പിന്നെ ആ കൈ കാറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റിയെടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ മാറ്റിയെടുത്തിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒരു 2, 3, 4, 5 സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ട ഒരു സെക്കൻഡ് നിങ്ങൾ ജസ്റ്റ് ആ ഒരു കാർ മാത്രമായിട്ട് കൈയില്ലാതെ നിങ്ങൾ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാർ ടോട്ടൽ അല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് കാറിൻ്റെ ടയറിൻ്റെ അവിടെ അതേമാതിരി അതിൻ്റെ ഹെഡ് ലൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് മിറർ അങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഓരോ ട്രാൻസിഷനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കാറിൻ്റെ പാർട്സ് വരുന്ന രീതിക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഇനി അടുത്തതിന് ചെയ്യുന്നത് ഈ ഷൂട്ട് ചെയ്ത വീഡിയോസ് വെച്ചിട്ട് നമ്മൾ ഇനി ഇതേപോലെ ഒരു ട്രാൻസിഷൻ നമ്മൾ മേക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ മേക്ക് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് 2 ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ക്ലിപ്പ് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ 2 വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ നിങ്ങളെ കൈ ഇങ്ങനെ ഒരു കാറിൻ്റെ അവിടെ ഇങ്ങനെ വെക്കുന്ന രീതിക്ക് ആ ഒരു പോർഷൻ നിങ്ങൾ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് നിങ്ങൾ 2 സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി ഈ ഒരു സ്ക്രീൻഷോട്ട് ഇമേജിന് കറക്റ്റായിട്ട് നമുക്കൊരു കൈയും ആ കാറും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫോട്ടോ റൂം എന്നുള്ള ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു ആപ്പ് സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഫോട്ടോ റൂം സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് എന്നിട്ട് മേലത്തെ ട്രാൻസ്പെറൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് 2 ഇമേജ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആ 2 ഇമേജ് നിങ്ങൾ കറക്റ്റ് പക്ക ഫിനിഷിങ് നിങ്ങൾ ആ ഒരു കൈയും ആ ഒരു കാറും ഉൾപ്പെടുത്തുന്ന രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കാർ വെച്ച് ചെയ്യുന്നതാണ് കാർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബൈക്കിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബൈക്കിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പറയുമ്പോൾ അങ്ങനെ കാർ എന്ന് പറയുന്നത് മാത്രം. അപ്പോൾ ഞാൻ ഫോട്ടോ റൂം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ആ സ്ക്രീൻഷോട്ട് ഇമേജിന് ആ കൈയും കാറും പാടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള 2 ഇമേജസും കറക്റ്റായിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ കട്ടൗട്ട് ആനിമേഷൻ ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നാലും കട്ടൗട്ട് ആനിമേഷൻ കറക്റ്റായിട്ട് നമുക്ക് 2ാമത്തെ ക്ലിപ്പ് വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഇമേജ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ അതിൻ്റെ തുടക്കത്തേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ജസ്റ്റ് ഒരു കാറിൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാറിൻ്റെ വീഡിയോയിൽ നമ്മളൊരു ട്രാൻസിഷൻ കൂടി സെറ്റ് ചെയ്യാണ്ട് നിങ്ങളത് പ്രിവിലേറ്റ് ഞാൻ കാണിച്ചതിൻ്റെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു സ്കൂട്ടി ഒരു ബ്ലാക്ക് കളറായിട്ട് പെട്ടെന്ന് ഒറിജിനലായിട്ട് കളറിൽ മാറി വരുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ കൂടി നമ്മൾ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ അതിലേക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ക്ലിപ്പ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇനി ചെയ്യുന്നത് ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കട്ടൗട്ട് ആനിമേഷൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ആ ഒരു കട്ടൗട്ട് ചെയ്തിട്ടുള്ള ഓരോ ഇമേജ് കറക്റ്റായിട്ട് ആ ഒരു ഒറിജിനൽ വീഡിയോയുടെ മേലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കട്ടൗട്ട് ആനിമേഷനിൽ താഴായിട്ട് ഫോട്ടോ റൂമിൻ്റെ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് കറക്റ്റായി ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ആ ഒരു കട്ടൗട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ കറക്റ്റായി ഇതിൻ്റെ ഒറിജിനൽ വീഡിയോയുടെ മേലേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു കട്ടൗട്ട് ചെയ്തിട്ടുള്ള ഒരു ലെയറിന്റെ ഡ്യൂറേഷൻ നമ്മൾ 1ാമത്തെ വീഡിയോ കഴിഞ്ഞിട്ട് 2ാമത്തെ വീഡിയോ വരുന്നതിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ക്രീൻ കണ്ടിനെ പോലെ. എന്നിട്ട് നിങ്ങൾ ഒരു കട്ടൗട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജിന്റെ ഡ്യൂറേഷൻ ഞാൻ സ്ക്രീൻ കണ്ടിനെ പോലെ നിങ്ങൾ 0.2 0.4 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു കട്ടൗട്ട് ചെയ്ത ഒരു ഇമേജിന്റെ ലെയർ പ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ 1ാമത്തെ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നിങ്ങൾ 2ാമത്തെ വീഡിയോയിലാണ് കട്ട് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ 1ാമത്തെ വീഡിയോയുടെ എൻഡിങ്ങിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ 4ാമത്തെ വീഡിയോയിലാണ് കട്ട് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ 3ാമത്തെ വീഡിയോയുടെ എൻഡിങ്ങിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കട്ടൗട്ട് ആനിമേഷൻ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ 1ാമത്തെ കട്ടൗട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സെയിം സ്റ്റെപ്പിൽ നിങ്ങൾ 2ാമത് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ ഇതേമാതിരി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്റ്റാർട്ടിങ്ങും അതുപോലെ എൻഡിങ്ങും ഒക്കെ നിങ്ങൾ കറക്റ്റ് ഓർഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ വാട്ടർമാർക്ക് ക്രോപ്പ് ചെയ്യുക. വാട്ടർമാർക്ക് ക്രോപ്പ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാറിൻ്റെ മേലക്കിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഒരു 0.5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് 2ാമത്തെ വീഡിയോൻ്റെ എൻഡിങ്ങിൽ നിങ്ങൾ അത് ഇട്ട് കൊടുക്കുക.
ചെയ്യേണ്ടത് കട്ട് ചെയ്തിട്ടുള്ള 2 ഓവർലേ ഇമേജിന്റെ ലെയറിൽ നിങ്ങൾ സ്റ്റാർട്ടിലും അതുപോലെ എൻഡിലും നിങ്ങൾ കീ ഫ്രെയിം കൊടുത്തിട്ട് അതിന്റെ സ്റ്റാർട്ടിങ്ങത്തെ കീ ഫ്രെയിമിൽ നിങ്ങൾ ആ ഒരു വൈറ്റ് ലൈൻ കൊണ്ടുപോയി ജസ്റ്റ് നിങ്ങൾ ആ ഒരു കട്ടൗട്ട് ഇതിലെ ഇമേജ് ആ വീഡിയോ ഒന്ന് സൈഡിലേക്ക് നീക്കി കൊടുക്കുക. എന്നാൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോയുടെ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ വീഡിയോത്തെ മാതിരിയുള്ള എഫക്റ്റ് വന്നിട്ടുണ്ടാവും. അങ്ങനെ വണ്ടി ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്ന രീതിക്ക്. എന്നിട്ട് നിങ്ങൾ ആ ഓവർലേ ഇമേജിന്റെ കീ ഫ്രെയിമിന്റെ ഇടയിൽ നിങ്ങൾ ആ വൈറ്റ് ലൈൻ കൊണ്ടുപോയിട്ട് മേലത്തെ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ സ്യൂട്ട് ആയിട്ടുള്ള ഗ്രാഫ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ സ്മൂത്ത് ആയിട്ട് ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു കീ ഫ്രെയിമിൽ വരുന്ന ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇതിലേക്ക് ചെറിയൊരു ഷേക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാറ് വന്ന് വീണ രീതിക്ക് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിൽ എഫക്റ്റ് വീഡിയോ എഫക്റ്റ് പോയിട്ട് അതിൽ ഷേക്ക് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ മാക്സിമം മൈനസ് ചെയ്തിട്ട് നമ്മുടെ രണ്ടാമത്തെ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ് അതുപോലെ നാലാമത്തെ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിൽ നിങ്ങൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഒരു കാറിൻ്റെ ഒറിജിനൽ വീഡിയോയിലേക്ക്. എന്നിട്ട് നിങ്ങളൊരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിവ്യൂ ചെയ്യാൻ കാഴ്ച എന്നുള്ള വീഡിയോ രീതിക്ക് കറക്റ്റായിട്ട് നമുക്കൊരു ട്രാൻസിഷൻ അവിടെ മേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കറക്റ്റായിട്ട് അത് മേക്ക് ചെയ്ത് വന്നുള്ളത് അപ്പോൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് നിങ്ങൾ പ്യൂർ സ്ക്രീനിൽ കണ്ടുള്ള ഈ ഒരു ട്രാൻസിഷനാണ്. ഈ ബ്ലാക്ക് ആക്കിയിട്ട് ആ ഒരു ബ്ലാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വണ്ടി തന്നെ പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇനി അടുത്ത് ഇനി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതിലാണ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക. ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ക്രീൻഷോട്ട് ഇമേജ് നിങ്ങൾ പിക്സാർട്ട് ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങളുടെ ഡ്രോ ടൂൾ ഉണ്ട്. ആ ഡ്രോ ടൂൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ കളർ നിങ്ങൾ ബ്ലാക്ക് കളർ ആക്കിയിട്ട് കറക്റ്റ് ഫുൾ ആയിട്ട് നിങ്ങൾ ആ കാറിൽ മൊത്തത്തിൽ ഡ്രോ ചെയ്ത് കൊടുക്കുക. കുറച്ച് ക്ഷമ വേണം അതിന്. നിങ്ങൾ ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങൾ മൊത്തത്തിൽ ഡ്രോ ചെയ്ത് കൊടുക്കുക കാറിന്റെ മേലെ കൂടെ. അപ്പോൾ പിന്നെ ഞാൻ കാറിന്റെ മൊത്തത്തിൽ കണ്ട് ബ്ലാക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നേരെ ഗാലറിക്ക് സേവ് ചെയ്തിട്ട് നേരെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫോട്ടോ റൂമിൽ തന്നെ പോയിട്ട് ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ചില്ല ഈ ഒരു കാറിന്റെ ഇമേജ് നിങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് കാർ മാത്രമാക്കിയിട്ട് ഒന്ന് വെക്കുക. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു 2 ഇമേജുകളിലാണ് നമ്മൾ ബാക്കി പണി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നേരെ ക്യാപ്കട്ടിലേക്ക് തന്നെ വരിക. അപ്പോൾ ക്യാപ്കട്ടിൽ ഞാൻ മറ്റേ വീഡിയോയിൽ തന്നെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ നമ്മൾ ആദ്യം വെറുതെ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാനത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മളൊരു മൊത്തത്തിൽ ഡ്രോ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആക്കിയിട്ടുള്ള ഒരു വണ്ടിയുടെ ആ ഒരു ഇമേജ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ആ ഒരു വൈറ്റ് ലൈൻ നമ്മൾ ഒന്നാമത്തെ ആ ഒരു ബ്ലാക്ക് ആക്കിയിട്ടുള്ള ഇമേജിന്റെ സെന്ററിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ആ ഒരു സെന്ററിൽ നിന്ന് ഞാൻ താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു കാറിന്റെ ഇമേജ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു കാറിന്റെ ഇമേജിന്റെ വാട്ടർമാർക്ക് ക്രോപ്പ് ചെയ്ത് കളയുക. എന്നിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിന്റെ ഡ്യൂറേഷൻ കറക്റ്റ് നമ്മൾ ഒന്നാമത്തെ വീഡിയോ എൻഡിനെ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക ഒന്നാമത്തെ ഇമേജ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് കറക്റ്റ് ആയിട്ട് ആ ഒരു ബ്ലാക്കിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ അതിന്റെ സ്റ്റാർട്ടിൽ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് പിന്നെ സ്റ്റാർട്ടിൽ കുറച്ചും കൂടി ഫ്രണ്ടിക്ക് വൈറ്റ് ലൈന് കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റാർട്ടിങ്ങിന്റെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു കാറ് മാക്സിമം ആ ബ്ലാക്കിലേക്ക് അങ്ങോട്ട് ചെറുതാക്കി കൊടുക്കുക. സൂമിങ് അല്ലാതെ ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ. എന്നിട്ട് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. ബ്ലാക്കിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പക്ഷേ ഇതിലേക്ക് നമ്മൾ ഇനി ചെറിയൊരു ക്വസ്റ്റ്യൻ ചിഹ്നത്തിന്റെ ഒരു ട്രാൻസിഷൻ അല്ല ഒരു ആനിമേഷൻ എഫക്റ്റ് കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ അതൊരു ഓവർലേ വീഡിയോ ആണ്. അപ്പോൾ ഓവർലേ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഓവർലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിൽ സ്പ്ലൈസ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഒന്നാമത്തെ നിങ്ങൾ ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ആ ബ്ലാക്കിൻ്റെ ഒരു കാറിൻ്റെ ഉള്ളിൽ ആക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഡ്യൂറേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രിവ്യൂ കാണിച്ചു തന്നുള്ള വീഡിയോൻ്റെ മാതിരി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് മേക്ക് ചെയ്തെടുക്കാൻ മനസ്സിലായില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിൻ്റെ ട്യൂട്ടോറിയൽസിനെ അയച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തില്ല. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.